കൊച്ചു കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഇംഗ്ലീഷ് ചാപ്റ്റർ 1ൻ്റെ ആക്ടിവിറ്റീസ് നോക്കാം. ആക്ടിവിറ്റി 1 ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 21. എന്താണ്? ഐഡൻറ്റിഫൈ ദി റൈമിംഗ് വേർഡ്സ് ആൻഡ് ഗീവ് ദി സെയിം കളർ ടു ഈച്ച് പെയർ. അതായത് ഈ താഴെ കൊടുത്തിരിക്കുന്ന ഈ വാക്കുകൾ അതിൽ റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ ബലൂണുകൾക്ക്, അതായത് റൈമിംഗ് വേർഡ്സ് വരുന്ന ബലൂണുകൾക്ക് ഒരേപോലത്തെ നിറം കൊടുക്കുക. ഏതൊക്കെയാണ്? ആൻസർ: ഫ്രോൺ ഡൗൺ, ഹോൾഡ് ഗോൾഡ്, ഹാൻഡ് അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഒരേപോലെ വരുന്ന റൈമിംഗ് വേർഡ്സ് ഉള്ള ബലൂണുകൾക്ക് നിങ്ങൾ നിറം കൊടുക്കുക, ഒരേപോലെയുള്ള നിറം കൊടുക്കുക. അടുത്തത് ആക്ടിവിറ്റി 2 ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 21. കംപ്ലീറ്റ് ദി പോയം യൂസിങ് ദി ക്ലൂസ് ഗീവൺ ഇൻ ദി ബോക്സ്. അതായത് ഒരു പോയം കൊടുത്തിട്ടുണ്ട്, ആ പോയം നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഈ ബോക്സിൽ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ക്ലൂസ് കൊടുത്തിട്ടുണ്ട്. ആ ക്ലൂസ് ഉപയോഗിച്ച് നമ്മൾ പോയം കംപ്ലീറ്റ് ചെയ്യണം. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ബട്ടർഫ്ലൈ ഫ്ലട്ടറിംഗ് ഇൻ ദി ഗാർഡൻ. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ പീകോക്ക് ഡാൻസിങ് ഇൻ ദി വുഡ്സ്. അടുത്തത് എന്താണ്? പൂരിപ്പിക്കാം. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ഫ്ലവർ blooming in the garden. My friend is like a boat floating on the river. My friend is like a tree seeing in the wind. അപ്പോൾ ഈ ബോക്സ് നോക്കി നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യുക. ആക്ടിവിറ്റി 3 ലെറ്റ്സ് ഡിസ്കസ് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 22. എന്താണ് ഇത് കൊടുത്തിരിക്കുന്നത്? ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടല്ലേ, അത് നമ്മുടെ വീടായിട്ട് കാണണം. അമ്മ ഫാൻ ക്ലീൻ ചെയ്യുന്നു, അച്ഛൻ ആഹാരം പാകം ചെയ്യുന്നു, മകൾ എന്ത് ചെയ്യുന്നു? പ്ലേറ്റുകളൊക്കെ കഴുകി വയ്ക്കുന്നു. അപ്പോൾ അത് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യന് നമ്മൾ ആൻസർ ചെയ്യണം. വാട്ട് ഡസ് യുവർ മദർ ഡു അറ്റ് ഹോം? എന്താണ് അമ്മ വീട്ടിൽ ചെയ്യുന്നത്? നിങ്ങളുടെ അമ്മ എന്താണ് വീട്ടിൽ ചെയ്യുന്നത്? അപ്പോൾ എന്താ ഉത്തരം വരുന്നത്? മൈ മദർ ക്ലീൻസ് ദി ഫാൻ. എൻ്റെ അമ്മ ഫാൻ ക്ലീൻ ചെയ്യുകയാണ്, വൃത്തിയാക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഡസ് യുവർ ഫാദർ ഡു അറ്റ് ഹോം? അച്ഛൻ എന്താണ്, നിങ്ങളുടെ അച്ഛൻ എന്താണ് വീട്ടിൽ ചെയ്യുന്നത്? മൈ ഫാദർ കുക്സ് ഇൻ ദി കിച്ചൺ. അച്ഛൻ അടുക്കളയിൽ പാചകം ചെയ്യുകയാണ്. മൈ ഫാദർ കുക്സ് ഇൻ ദി കിച്ചൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഡു യു ഹെൽപ്പ് യുവർ പേരൻസ്? ഹൗ? നിങ്ങൾ നിങ്ങളുടെ പേരൻസിനെ, മാതാപിതാക്കളെയൊക്കെ സഹായിക്കാറുണ്ടോ, ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ഹൗ? എങ്ങനെ? യെസ്, ഐ ഹെൽപ്പ് മൈ പേരൻസ്. ഐ വാഷ് പ്ലേറ്റ്സ് അറ്റ് ഹോം. ഈ പെൺകുട്ടി, അതായത് ഈ കുട്ടി നമ്മളായിട്ട് തന്നെ കരുതി നമ്മൾ പറയണം. യെസ്, ഐ ഹെൽപ്പ് മൈ പേരൻസ്. ഞാൻ പേരൻസിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഐ വാഷ് പ്ലേറ്റ്സ് അറ്റ് ഹോം. ഞാൻ ഈ പ്ലേറ്റുകളെല്ലാം, വീട്ടിൽ പ്ലേറ്റുകളെല്ലാം ഞാൻ കഴുകി വയ്ക്കുകയാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 4 റൈറ്റ് സാഷാസ് തോട്ട്സ്. അതായത് സാഷയുടെ ചിന്തകൾ എഴുതുക. സാഷ offered an ഉണ്ണിയപ്പം to the girl, but the girl ran away without accepting it. What could be Sasha's feelings? എന്തായിരിക്കും ഈ സാഷയുടെ ഫീലിങ്സ്, സങ്കടം എന്താണ്? സാഷ ആ പെൺകുട്ടിക്ക് ഒരു ഉണ്ണിയപ്പം ഓഫർ ചെയ്തു അല്ലേ, പക്ഷെ ആ പെൺകുട്ടി അത് വാങ്ങിയില്ല, അവളത് സ്വീകരിച്ചില്ല. അപ്പോൾ സാഷയുടെ ഫീലിങ്സ്, അവളുടെ വിഷമങ്ങൾ എന്താണ്, അത് എന്ത് ചിന്തകളാണെന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതണം. അപ്പോൾ റൈറ്റ് സാഷാസ് തോട്ട്സ് എന്തൊക്കെയാണ്? ഷീ ഈസ് എ പൂവർ ഗേൾ. ഐ ഫീൽ സാഡ്. വൈ ഡിഡ്ന്റ് ഷീ അക്സെപ്റ്റ് ഉണ്ണിയപ്പം? ഷീ വുഡ് തിങ്ക് ദാറ്റ് ഹെർ മദർ വുഡ് സ്കോൾഡ്. ഐ വിൽ ഗോ ടു ഹെർ ഹോം. I will tell my teachers to help her. I will be friends with her. സാഷ ചിന്തിക്കുകയാണ്, അവളൊരു പൂർ ഗേളാണ്, പാവ കുട്ടിയാണ്. ഐ ഫീൽ സാഡ്, എനിക്ക് വിഷമം തോന്നുന്നു. വൈ ഡിഡ്ന്റ് ഷീ അക്സെപ്റ്റ് ഉണ്ണിയപ്പം? അവൾ എന്തുകൊണ്ടാണ് ഉണ്ണിയപ്പം സ്വീകരിക്കാത്തത്? ഒരു പക്ഷേ അവളുടെ അമ്മ അവളെ വഴക്ക് പറയുമെന്ന് ചിന്തിച്ചു കാണും. ഷീ വുഡ് തിങ്ക് ദാറ്റ് ഹെർ മദർ വുഡ് സ്കോൾഡ്. അമ്മ വഴക്ക് പറയുമെന്ന് അവൾ ചിന്തിച്ചു കാണും. ഐ വിൽ ഗോ ടു ഹെർ ഹോം. ഞാൻ അവളുടെ വീട്ടിൽ പോകും. ഐ വിൽ ടെൽ മൈ ടീച്ചേഴ്സ് ടു ഹെൽപ്പ് ഹെർ. അതായത് ഞാൻ എൻ്റെ ടീച്ചേഴ്സിനോട് അവളെ ഹെൽപ്പ് ചെയ്യാൻ പറയും. ഐ വിൽ ബി ഫ്രണ്ട്സ് വിത്ത് ഹെർ. എന്നിട്ടോ ഞാൻ അവളുമായിട്ട് ചങ്ങാത്തത്തിലാവും, ഫ്രണ്ട്ഷിപ്പ് കൂടും.
Activity 5. Sasha told Anu teacher about Kabita. Write the conversation between Sasha and her teacher. അതായത് സാഷ ടീച്ചറിൻ്റെ അടുത്ത് ഈ കവിതയെക്കുറിച്ച്, ആ പെൺകുട്ടിയുടെ പേര് കവിത എന്നാണല്ലോ, കവിതയെക്കുറിച്ച് അനു ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അവർ തമ്മിലുള്ള കോൺവെർസേഷൻ, സംഭാഷണം എഴുതണം. എന്തൊക്കെയായിരിക്കും അവർ സംസാരിച്ചിട്ടുണ്ടാവുക? അനു പറയുന്നത് ടെക്സ്റ്റിൽ എഴുതിയിട്ടുണ്ട്. ടീച്ചർ, ഓൺ അവർ വേ ഹോം വി സോ എ ഗേൾ. ടീച്ചർ, ഞങ്ങൾ പോകുന്ന വഴിക്ക്, വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു പെൺകുട്ടിയെ കണ്ടു. അപ്പോൾ ടീച്ചർ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? എ ഗേൾ. വിച്ച് ഗേൾ? ഒരു പെൺകുട്ടിയോ? ഏത് പെൺകുട്ടി? അനു. എ ഗേൾ കെയിം ടു ദി ഡോർ ഓഫ് ദി ക്ലാസ് യെസ്റ്റർഡേ. ഷീ ഈസ് എ പുവർ ഗേൾ. ഒരു പെൺകുട്ടി ഇന്നലെ ക്ലാസിൻ്റെ ഡോറിൻ്റെ അടുത്ത്, വാതിലിൻ്റെ അടുത്ത് വന്നിരുന്നു. ഷീ ഈസ് എ പുവർ ഗേൾ. അവളൊരു പാവം പെൺകുട്ടിയാണ്. ടീച്ചർ, ഐ തിങ്ക് ഷീ വാണ്ട്സ് ടു കം ടു സ്കൂൾ. ഓ, അവൾക്ക് സ്കൂളിലേക്ക് വരുവാൻ ആഗ്രഹമുണ്ടായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. അനു. യെസ് ടീച്ചർ, ഷീ ഈസ് ബ്രില്യൻറ്റ്. ഷീ സാങ് ദി സോങ് ദാറ്റ് ദി ടീച്ചർ ടോട്ട് ഇൻ ദി ക്ലാസ് യെസ്റ്റർഡേ. അതെ ടീച്ചർ, അവൾ നല്ല ബ്രില്യൻ്റ് ആണ്. അവൾ ഇന്നലെ ഒരു പാട്ട് പാടി. ടീച്ചർ ഇന്നലെ ക്ലാസ്സിൽ പഠിപ്പിച്ച പാട്ട് അവൾ പാടി. ടീച്ചർ, ഓ, ഷീ ഈസ് വെരി ബ്രില്യൻറ്റ്. ലെറ്റ്സ് ഹെൽപ്പ് ഹെർ. ഐ വിൽ ടെൽ സാർ. അതായത്, ഓ, അവൾ ഇത്ര ബ്രില്യൻ്റ് ആണോ, നമുക്ക് അവളെ സഹായിക്കാം. ഐ വിൽ ടെൽ. HMൻ്റെ അടുത്ത് നമുക്ക് പറയാം, ഹെഡ് മാസ്റ്ററിൻ്റെ അടുത്ത് നമുക്ക് പറയാം. പിന്നെ എന്താ ടീച്ചർ പറഞ്ഞേ? ടെക്സ്റ്റിലുണ്ട്, ഡോണ്ട് വറി, അവർ HM ഈസ് ഔട്ട് ഓഫ് സ്റ്റേഷൻ ടുഡേ, ലെറ്റ് മീ കോണ്ടാക്ട് ഹിം. നിങ്ങൾ വിഷമിക്കണ്ട, നമ്മുടെ ഹെഡ് മാസ്റ്റർ എവിടെയാണ്? ഇന്ന് ഔട്ട് ഓഫ് സ്റ്റേഷനാണ്, ഇവിടെ ഇല്ല, പുറത്താണ്. അപ്പം അതുകൊണ്ട് നമുക്ക് സാറിനെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാം. നെക്സ്റ്റ് ആക്ടിവിറ്റി 6. ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 24. മിസ് അനുപമ സ്റ്റാർട്ടഡ് മെസ്സേജിങ് ദി ഹെഡ് മാസ്റ്റർ. സെലക്ട് സൂട്ടബിൾ ഡയലോഗ്സ് ആൻഡ് ഫിൽ അപ്പ് ദി ചാറ്റ് ബോക്സ്. നിങ്ങൾ എന്ത് ചെയ്യണം? അതായത് ഈ അനുപമ ടീച്ചർ ഹെഡ് മാസ്റ്റർക്ക്, HMന് ഒരു മെസ്സേജ് അയക്കുകയാണ്, ഒരു വാട്സാപ്പ് മെസ്സേജ്. അപ്പോൾ കുറച്ച് സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് ടീച്ചർ പറയുന്നതും ഈ HM പറയുന്നതും നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അതിൽ നിന്ന് എന്ത് ചെയ്യണം? നമ്മൾ സൂട്ടബിളായിട്ടുള്ള ഡയലോഗ്സ് എടുക്കണം. HM. ഹായ് അനുപമ ടീച്ചർ. ടീച്ചർ, ടുഡേ 2 of our students came to me. HM. Who were they? Teacher, Sasha and Naveen. HM. Why did they come? Teacher, they wanted to admit a girl to our school. HM. Oh, no issues. We shall do it. Teacher, thank you so much. ഇപ്പം എന്തൊക്കെയാണ് പറഞ്ഞേ? ഹെഡ് മാസ്റ്റർ ഹായ് അനുപമ ടീച്ചർ എന്ന് പറഞ്ഞു. പിന്നെയോ ടീച്ചർ എന്ന് പറഞ്ഞു, ഇന്ന് നമ്മുടെ സ്കൂളിൽ 2 കുട്ടികൾ എന്നെ കാണാൻ വന്നിരുന്നു. അപ്പോൾ HM ചോദിക്കുകയാണ്, ആരൊക്കെയാണ് അവർ? സാക്ഷിയും നവീനുമാണെന്ന് ടീച്ചർ പറയുന്നു. പിന്നെ HM ചോദിക്കുന്നു, എന്തിനാണ് അവർ വന്നത്? അപ്പോൾ ടീച്ചർ പറയുന്നു, അവർ ഒരു പെൺകുട്ടിക്ക് സ്കൂളിൽ അഡ്മിഷൻ കൊടുക്കുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അവരത് ആഗ്രഹിക്കുന്നു. അപ്പോൾ HM എന്താ പറയുന്നത്? ഒരു പ്രശ്നവുമില്ല, നമുക്കത് ചെയ്തു കൊടുക്കാം. ടീച്ചർ എന്ത് പറയുന്നു? താങ്ക്സ് പറയുന്നു. നെക്സ്റ്റ് ആക്ടിവിറ്റി 7. പുട്ട് എ ടിക്ക് മാർക്ക് against the pictures that reflect acts of kindness and comment on them. അതായത് കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ടല്ലോ. ഈ പിക്ചേഴ്സിൽ കൈൻഡ്നെസ്, അതായത് ഒരു ദയയും കാരുണ്യമൊക്കെ തോന്നുന്ന ആ പിക്ചറിൽ ടിക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ താഴെ ഓരോ കമൻറ്റ് എഴുതുക. പിക്ചർ 1ൽ എന്താണ്? ഒരു ആൺകുട്ടി ഒരു പ്രായമായ ഒരു അപ്പൂപ്പനെ റോഡ് മുറിച്ച് കിടക്കാൻ സഹായിക്കുന്നു, അല്ലേ? അവൻ ചെയ്യുന്നത് ശരിയാണോ? അവൻ ചെയ്യുന്നത് ശരിയാണ്. അവിടെ ടിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് എഴുതണം? എ ബോയ് ഹെൽപ്സ് ദി ഓൾഡ് മാൻ ടു ക്രോസ് ദി റോഡ്. അതായത് ഒരു ഓൾഡ് മാനെ റോഡ് ക്രോസ് ചെയ്യാൻ ഈ ബോയ് സഹായിക്കുന്നു. 2 and 3 പിക്ചർ 2 and 3 2, 3 and 4 ഇത് 3 ശരിയായ കാര്യങ്ങളല്ല. അപ്പോൾ അത് നമ്മൾ ഒന്നും ചെയ്യണ്ട. പിന്നെയോ 5 പേജ് നമ്പർ
ഈ പിക്ചർ നമ്പർ 5 എന്താണ് കാണുന്നത്? ഒരു പെൺകുട്ടി ഒരു ഭിക്ഷക്കാരന് എന്ത് കൊടുക്കുന്നു? വെള്ളം കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് അവിടെ ടിക്ക് ചെയ്യണം, ആ ബോക്സിൽ ടിക്ക് ചെയ്യണം. എന്നിട്ട് എന്ത് എഴുതണം? എ ഗേൾ ഗീവ്സ് വാട്ടർ ടു എ ബെഗ്ഗർ. ആ ബെഗ്ഗർ എന്ന് വെച്ചാൽ ഭിക്ഷക്കാരൻ. ഈ ഭിക്ഷക്കാരന് പെൺകുട്ടി വെള്ളം കൊടുക്കുന്നു. നെക്സ്റ്റ് പിക്ചർ 6 അവിടെ ടിക്ക് ചെയ്യണം. ആ കുട്ടി ഒരു നല്ല കാര്യമാണ് ചെയ്യുന്നത്. എന്ത് കാര്യം ചെയ്യുന്നത്? ഒരു പട്ടിക്കുഞ്ഞിനെ ആ കുട്ടി ഒരു മുറിവേറ്റ് കിടക്കുന്ന പട്ടിക്കുഞ്ഞ്, എന്തോ വണ്ടിയൊക്കെ ഇടിച്ച് റോട്ടിൽ കിടക്കുന്ന ഒരു പട്ടിക്കുഞ്ഞിനെ ആ ബോയ് ഹെൽപ്പ് ചെയ്യുകയാണ് അല്ലേ, അതിനെ കെയർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ എന്ത് എഴുതണം? എ ബോയ് കെയർസ് ആൻ ഇൻജേർഡ് ഡോഗ്. അതായത് ഈ ഇൻജേർഡ് ഡോഗിനെ, പരിക്ക് പറ്റി കിടക്കുന്ന ആ ഡോഗിനെ ഈ ബോയ് കെയർ ചെയ്യുന്നു, ശുശ്രൂഷിക്കുന്നു. നെക്സ്റ്റ് ആക്ടിവിറ്റി 8. ആക്ടിവിറ്റി 8 എന്താണ്? സം ഈവൻറ്റ്സ് ഓഫ് ദി സ്റ്റോറി ആർ ഗീവൺ ബിലോ, റൈറ്റ് ദം ഇൻ ഓർഡർ. കുറച്ച് ഈവൻറ്റ്സ്, കുറച്ച് സംഭവങ്ങൾ, ഈ സ്റ്റോറിയിലെ കുറച്ച് സംഭവങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഓർഡറിൽ എഴുതണം, ക്രമമായി എഴുതണം. ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 25. ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കുക, ആൻസർ പറയാം. നമുക്കത് ഓർഡറിലാക്കി എഴുതി നോക്കാം. ഫസ്റ്റ് വരുന്നത് നവീൻ നോട്ടീസ്ഡ് എ ഗേൾ നെക്സ്റ്റ് ടു ദി വിൻഡോ. അതായത് നവീൻ ശ്രദ്ധിച്ചു ആ വിൻഡോയുടെ അടുത്ത് നിൽക്കുന്ന പെൺകുട്ടിയെ, അതായത് ഈ ജനലിൻ്റെ അടുത്ത് നിൽക്കുന്ന പെൺകുട്ടിയെ നവീൻ ശ്രദ്ധിച്ചു. രണ്ടാമത്തതോ സാഷ ആൻഡ് നവീൻ വിസിറ്റ് കവിത. സാഷയും നവീനും കൂടി ഈ കവിത എന്ന പെൺകുട്ടിയെ സന്ദർശിക്കുവാൻ പോയി, വിസിറ്റ് ചെയ്യുവാൻ പോയി. പിന്നെയോ കവിത വാസ് ക്രാഡ്ലിംഗ് ഹെർ യങ്ങർ ബ്രദർ. അതായത് ഈ കവിത എന്ത് ചെയ്യുകയായിരുന്നു? അവളുടെ യങ്ങർ ബ്രദറിനെ താരാട്ട് പാടി, അതായത് തൊട്ടിലിൽ ആ കുഞ്ഞനിയൻ കിടക്കുന്നു, അവനെ താരാട്ട് പാടുകയായിരുന്നു. നെക്സ്റ്റ് സാഷ ഗേവ് എ പിക്ചർ സ്റ്റോറി ബുക്ക് ടു കവിത. സാഷ ഒരു സ്റ്റോറി ബുക്ക് പിക്ചറുള്ള സ്റ്റോറി ബുക്ക് കവിതയ്ക്ക് കൊടുത്തു. ലാസ്റ്റ് എന്താണ്? ദി ഹെഡ് മാസ്റ്റർ കൺഗ്രാറ്റുലേറ്റഡ് സാഷ ആൻഡ് നവീൻ. ഹെഡ് മാസ്റ്റർ സാഷയെയും നവീനെയും അഭിനന്ദിച്ചു. അത് ഓർഡറിൽ എഴുതണം. ഇനി അടുത്ത ആക്ടിവിറ്റീസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം.